ഇന്ന് കോട്ടില്ല, കണ്ണാടിയാണ്. കുറ്റം പറയാനുള്ളവർക്ക് കമന്റ് ചെയ്യുന്ന കുറ്റം പറയാനുള്ളത് പറയാം, കേൾക്കാമത് കേൾക്കാം. ഈ താഴെ കാണുന്ന ഈ മനുഷ്യനെ മണ്ട എന്ന് വിളിച്ചിട്ട് നമുക്ക് തന്നെ മടുത്തുകൊണ്ടിരിക്കണം. കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പൊട്ടത്തരങ്ങൾ മാത്രം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് വിളിച്ചു പറയുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ താളില് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൂടെ നമുക്കറിയാം. എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറഞ്ഞത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറവുള്ള രാജ്യം ഇന്ത്യ രാജ്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തൊന്നുമല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എന്താണെന്ന് നോക്ക്. ലോക കമ്പോളത്തിൽ ഏറ്റവും കുറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കുറവ് വിലയുള്ളത് ഇന്ത്യ എന്ന മഹാരാജ്യം. അതുകൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ പെട്രോളിന്റെ മാത്രം വിലയെടുത്ത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സംഖ്യകളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യത്തെ ആദ്യം നമുക്ക് നോക്കാം. പാകിസ്ഥാന്റെ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് ലിറ്ററിന് 298 പാകിസ്ഥാൻ റുപ്പീസ് ആണ്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 രൂപ എടുത്ത് 89 രൂപ 85 പൈസയോളം വരും. അഫ്ഗാനിസ്ഥാന്റെ പെട്രോളിന്റെ പ്രൈസ് എടുത്ത് നോക്കുക. അതായത് അഫ്ഗാനിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെർ ലിറ്ററിന് 75 അഫ്ഗാനിയാണ് അവിടെ വില വരുന്നത്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 88 രൂപ മാത്രമാണ് 1 ലിറ്റർ പെട്രോളിന് വില വരുന്നത്. ഇനി നമുക്ക് ബംഗ്ലാദേശിലേക്ക് പോകുകയാണെങ്കിൽ ബംഗ്ലാദേശി ടാക്ക 126 1 ലിറ്റർ പെട്രോളിന്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 96 രൂപയാണ്. ഇനി സാമ്പത്തികമായി ഒരുപാട് തകർന്നിട്ടുള്ള ശ്രീലങ്കയിലേക്ക് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിലെ 92 ഒക്ടൈൻ 1 ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 371 ശ്രീലങ്കൻ റുപ്പീസ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 104 രൂപയാണ്. ഇനി അടുത്തത് നേപ്പാളിലേക്ക് പോയാൽ 175 നേപ്പാളി റുപ്പിയാണ്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 110 രൂപ വരും. ഇനി നമുക്ക് ചൈനയിലെ പോയി നോക്കണമെന്നുണ്ടെങ്കിൽ ചൈനയിലെ 8.51 യുവാനാണ് ഇന്നത്തെ 1 ലിറ്റർ പെട്രോളിന്റെ വില. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 100 രൂപയ്ക്ക് താഴെ 99.86 റുപ്പീസാണ് വരുന്നത്. ഇനി അതിനേക്കാളും എല്ലാം വിരോധാഭാസമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഭൂട്ടാൻ എന്ന രാജ്യത്താണ്. ഭൂട്ടാൻ എന്ന രാജ്യത്തിലെ 100% കയറ്റുമതിയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നിട്ടാണ്. ഏകദേശം 59% ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും 49% ഭാരത് പെട്രോളിയവുമാണ് അവിടെ പെട്രോൾ കൊടുക്കുന്നത്. അത് അവിടുത്തെ 3 പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഇന്ത്യയിൽ നിന്നിട്ടാണ് പെട്രോൾ കൊടുക്കുന്നത്. അവിടുത്തെ വില എന്ന് പറയുന്നത് 73, അതിന്റെ കറക്റ്റ് അവരുടെ റുപ്പീസിന് എന്താ പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, 73 1 ലിറ്റർ പെട്രോളിന്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 75 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. സാധാരണ ഒരു ഗൂഗിൾ ചെയ്താൽ പോലും മനസ്സിലാകുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലും പൊട്ടത്തരം ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളമ്പാനായിട്ട് ഒരു ഉളുപ്പുമില്ല. പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള മനസ്സും തൊലിക്കെട്ടിയും ഇവരെ പോലുള്ള മഹാന്മാർക്ക് മാത്രമേ ഉള്ളൂ.